അപ്പൻഡിസൈറ്റിസ് കുട്ടികൾക്ക് ഉണ്ടാകുമോ, അതിൻ്റെ ചികിത്സ എന്താണ് എന്ന വിഷയത്തെക്കുറിച്ച് ആണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ രാജേന്ദ്രൻ, സീനിയർ കൺസൾട്ടന്റ് പീഡിയാട്രിക് സർജൻ ആൻഡ് ജനറൽ സർജൻ, RV ഹോസ്പിറ്റൽ, ചിറയൻകീഴ്. മുതിർന്നവർക്കെന്ന പോലെ കുട്ടികളിലും അപ്പൻഡിസൈറ്റിസ് ഉണ്ടാകാം. ഏത് പ്രായക്കാരിലും ഉണ്ടാകാം. എന്നാൽ കൗമാര പ്രായക്കാരിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. 2 വയസ്സിന് മുകളിലുള്ള എല്ലാ കുട്ടികൾക്കും ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങളെന്ന് നോക്കാം. വയറുവേദനയാണ് പ്രധാനം. വേദന ഏത് ഭാഗത്താണെന്ന് കൃത്യമായി പറയാൻ കുട്ടികൾക്ക് കഴിവില്ല എന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ സൂക്ഷ്മമായി നമ്മൾ നോക്കുകയാണെങ്കിൽ പൊക്കിളിന് ചുറ്റുമാണ് വേദന തുടങ്ങുന്നത്. പിന്നീടത് വലതുവശത്ത് അടിവയറ്റിലേക്ക് നീങ്ങുന്നു. വേദന എന്ന് കുട്ടി പറയുന്നില്ല എന്നുണ്ടെങ്കിലും കുട്ടിക്ക് നടക്കുമ്പോൾ പ്രയാസം അനുഭവപ്പെടുന്നു, നിവർന്ന് നടക്കാൻ സാധിക്കുന്നില്ല, ചാടുമ്പോൾ വേദന. ഇതൊക്കെ നമുക്ക് വേദനയുടെ ലക്ഷണങ്ങളായിട്ട് എടുക്കാമെന്നുള്ളതാണ്. ഛർദിയോ ഓർക്കാനമോ ഉണ്ടാകാം. സാധാരണ പ്രിയമുള്ള ആഹാരങ്ങൾക്ക് വെറുപ്പ് തോന്നുന്നത് സാധാരണയാണ്. ചെറിയ രീതിയിലുള്ള പനി ഉണ്ടാകാം. ഇതുമാതിരിയുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ ഒരു പീഡിയാട്രിക് സർജൻ്റെ ഉപദേശം തേടേണ്ടതാണ്. വളരെ സൂക്ഷ്മമായി പീഡിയാട്രിക് സർജൻ കുട്ടിയെ പരിശോധിച്ചതിന് ശേഷം ചില പരിശോധനകൾ, പ്രധാനമായും സ്കാനിങ്, അൾട്രാസൗണ്ട് സ്കാനിങ് നടത്തുന്നു. അൾട്രാസൗണ്ട് സ്കാനിങ് ഒരു ദോഷവും ഉണ്ടാക്കാത്ത ഒരു ടെസ്റ്റാണ്, വില കുറഞ്ഞ ഒരു ടെസ്റ്റാണ്. ചുരുക്കം ചില അവസരങ്ങളിൽ മാത്രം CT സ്കാനിൻ്റെ ആവശ്യം വേണ്ടി വരുന്നു. അപ്പൻഡിസൈറ്റിസ് ഡയഗ്നോസിസ് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ചികിത്സ? ഓപ്പറേഷൻ ചെയ്ത് അസുഖം ബാധിച്ചിരിക്കുന്ന അപ്പൻഡിക്സിനെ നീക്കം ചെയ്യുക എന്നതാണ് ശരിയായ ചികിത്സ. അത് അസുഖത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആയാൽ വളരെ നല്ലത്. അപ്പൻഡിക്സ് മൂർച്ഛിച്ച് പൊട്ടി വയറിനകത്ത് പഴുപ്പാകുകയും മറ്റവയവങ്ങളിലേക്ക് ദോഷമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഓപ്പറേഷൻ നടത്തണം. ഈ ആധുനിക കാലത്ത് ചെറിയ ഒരു മുറിവിലൂടെ, വയറിൽ ഉണ്ടാക്കുന്ന ഒരു ചെറിയ മുറിവിലൂടെ ഈ അപ്പൻഡിക്സ് നീക്കം ചെയ്യാവുന്നതാണ്. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സാധ്യമായ സ്ഥലങ്ങളിൽ അത് വളരെ പ്രയോജനം ചെയ്യുന്നു. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ ചെയ്യുന്നതിലൂടെ വേദന കുറച്ച് അനുഭവിച്ചാൽ മതി. വളരെ വേഗത്തിൽ കുട്ടിക്ക് സുഖം പ്രാപിക്കും. ഒരാഴ്ചയ്ക്കുള്ളിൽ സ്കൂളിൽ പോകാൻ സാധിക്കും. ആശുപത്രിയിൽ കിടക്കേണ്ട ദിവസങ്ങളുടെ എണ്ണം കുറവ്. ഇങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് ലാപ്രോസ്കോപ്പിക് സർജറി. ഓർക്കുക, കുട്ടികളുടെ വയറുവേദന, കുട്ടികളിലും കൗമാരപ്രായക്കാരിലും ഉള്ള വയറുവേദന ദഹനക്കേടായി കണക്കാക്കാതെ ഉടനടി ഒരു വിദഗ്ധ ശിശുരോഗ സർജനെ കാണിച്ച് ചികിത്സ തേടേണ്ടതാണ്. നന്ദി.